ഹലോ. എന്താടി? നിങ്ങളേടിയ മനുഷ്യ ഇത്ര സമയമായിട്ട് പോയിനി? ഞാൻ എത്ര സമയമായി ഭക്ഷണം കഴിക്കാണ്ട് കാത്തിക്കുന്നു. അതല്ല, ഞാനിപ്പോ വരുമ്പോ നമ്മളെ മെയിൻ റോഡ് നമ്മളെ ഭാഗത്തേക്ക് തിരിഞ്ഞില്ലേ, ഒരു കറുത്ത കാറ്. ഞാൻ വിചാരിച്ചു കറുത്ത സൈഡ് റോഡ് സൈഡില് ഉള്ളോട്ട് കയറ്റി വെച്ചു. ഞാൻ വിചാരിച്ച കാറ് നമ്മളെ റോഡിൽ നോക്കുമ്പോ കാറിങ്ങനെ കുലുങ്ങുന്നു. ഞാൻ ബൈക്ക് കുറച്ച് ഇത് മുമ്പോട്ട് കൊണ്ട് നിർത്തി പോന്നെ വെച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ട് നടന്നേ ഇങ്ങോട്ട് വന്നു. എന്റെ മോനെ നോക്കുമ്പോ വണ്ടി ഇങ്ങനെ കുലുങ്ങുന്നു. നിങ്ങൾക്ക് നടന്ന് കുലുങ്ങിക്കോട്ട്. ചെന്ന് നോക്കുമ്പോ രണ്ടെണ്ണ അകത്ത്, രണ്ട് ഒരു പെണ്ണും ഒരാളും വേഗ സീറ്റില്. അറിയണ്ടേ കളിയോ ഒന്നുമില്ല, ഫുള്ള് കളിയല്ല. നിങ്ങളാ നോക്കി നിന്നാ? ഞാനങ്ങനെ ഇത് നോക്കിട്ട് വെച്ചിട്ട് ഞാൻ നോക്കി ആരാന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. ഇവന്മാർക്ക് പുറത്ത് ഉള്ള ഒന്നും അറിയണ്ട, കാരണം ഇവരെ വിചാരം ആ വഴിക്ക് വണ്ടിയും ഇതൊന്നും ഇല്ലല്ലോ, കുറച്ച് തീറ്റയില്ല കൊണ്ടായിരിക്കും. നമുക്കറിയുന്ന പിള്ളേരൊന്നുമല്ലല്ലോ. മുഖം നോക്കാൻ വേണ്ടി ഞാൻ മാക്സിമം നോക്കി. മുഖമല്ല കാണുന്നത് ഏച്ചും മോളെ. പിന്നെ പിള്ളേർക്ക് ഇത് പുറത്ത് നടക്കാൻ നോക്കുന്ന കാണാനാ നേരം. പിള്ളേര് എനിക്കറിയാലോ, അതിന്റെ ശരിയായ മുഹൂർത്ത സമയത്ത് എത്തി നിൽക്കുകയാണ്. പിന്നെന്ത് പുറത്ത് ആര് വന്നാലെന്ത് കളി എന്നെല്ലാം പറഞ്ഞാല് ഇതാണ് കേട്ട കളി. നമ്മള് കളിക്കുന്നതിനേക്കാളും നമ്മളെ കളിയെല്ലാം അടക്കട്ടെ, അതൊന്നും കളിയല്ല. ഞാനെന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഏതാന്ന് മനസ്സിലാവണ്ടേ. ഡ്രസ്സൊന്നും കാണും, ഡ്രസ്സെല്ലാം മുന്നത്തെ വീട്ടിലാണ്ടിട്ടിട്ടുണ്ട്. ഒന്നുമില്ലാന്ന്. ഇങ്ങനെയുണ്ടാവേ കളിക്കല്. ഏത് വീട്ടിലെ പെണ്ണാവുമ്പോ ഇങ്ങനെ ഒപ്പരം പോയി. ഞാനെന്നിട്ട് കൊറേ നേരം നിന്ന് വീട്ടിൽ പുറത്തിറങ്ങുമോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതുമില്ല. അടക്ക വണ്ടി പോയിരുന്നു, പിന്നെ അവിടെ തന്നെ പോകും. ഞാൻ പിന്നെ വിചാരിക്കുന്ന ആരെങ്കിലും വിളിച്ച് പറഞ്ഞാലോ, പിന്നെ ഞാൻ വിചാരിച്ച് പോട്ടെ. എന്തിനാ മനുഷ്യ വെറുതെ പിള്ളേരാടുന്ന് കളിച്ചോട്ടും വിചാരിക്കല്ലേ വേണ്ടു. പിന്നെ ഞാനും അങ്ങനെ ഒരു തീരുമാനം, എന്തിനാന്ന് പിള്ളേരൊക്കെ കിട്ടുന്ന ഒരു അവസരം നമ്മളായിട്ട് നശിപ്പിക്കുന്നു വിചാരിച്ചു. പക്ഷേങ്കില്ലേ ആദ്യം ഒരു ബേജാറ് വെപ്രാളെല്ലാം നടക്കുന്നുണ്ട്, പിന്നീട് കണ്ടോക്കുമ്പില്ലേ നിങ്ങളെ പോയാ എന്റെ മോളെ ഒന്നും പറയണ്ട, പോയിട്ടൊന്നുമില്ല. ആടെ വന്നിട്ട് ഇനിയെന്ന് പറയാനൊന്നുമില്ല. അതൊരു വരുത്തന്നെ ആയിരിക്കും. പക്ഷേങ്കില് എന്താന്നറിയാ, കാണാനൊരു ഇതവരെ കളിയും നല്ല എന്നാ പറയണ്ടേ, ഏതാണ്ട് നിന്നെ കാണിയും പറഞ്ഞുണ്ട് പെണ്ണ്. ഞാൻ കണ്ടില്ലല്ലോ. നീ കാണോ? നാണോ എന്താ പറയേ? നിങ്ങക്ക് കാണാൻ പറ്റും, പിന്നെ എനക്കെന്നാ? അതെ, എന്നാ പിന്നെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് അങ്ങനെയല്ലേ നിങ്ങൾ സിനിമ ടാക്കീസാ എല്ലാവർക്കും പോയിട്ട് കാണേ. അല്ല, നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് പിന്നെ എന്തിനാ നോക്കി അപ്പടിങ്ങ് വരുവില്ലാണ്ട്? അപ്പാടിങ്ങ അതിൻ്റെ ഉള്ളിൽ ഇത് എന്നാ നടക്കുന്നത് അറിയണ്ടേ. ഞാൻ വിചാരിച്ചിനി വേറെ എന്തെങ്കിലും ആണോ എന്നാ സംഭവം നോക്കുമ്പോല്ലേ അവര് മറ്റേ അങ്ങനെ ദൂരെ അടിക്കുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒരു ലൈറ്റിന്റെ ഇതുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇതിനുള്ളിൽ ചെറുങ്ങനെ കാണും. അപ്പൊ തന്നെ മനസ്സിലായി ഇത് ഒന്നും ഇല്ലാണ്ടുള്ള കളിയാണ്. പക്ഷെ ഒതുങ്ങിയ കാറിന്റെ സീറ്റിൽ ഇരുന്നിട്ട് എങ്ങനെ ചെയ്യുന്നു? പക്ഷെ അത് ആരാന്ന് മനസ്സിലായില്ല എനിക്ക്. എന്നാലും അത് ആ ഒരു ഇതിൽ ഇങ്ങനെ ഞാൻ തലക്ക് മൊത്ത പിടിച്ചിട്ട് വരുമ്പോഴാണ് നീ വിളിക്കും. ഇത് നോക്കി നിന്നിട്ടായിരിക്കും ലേറ്റ് ആയല്ലേ? അല്ല, ഇത് നോക്കി നിന്നിട്ടായിരിക്കും വരാൻ നേരം പെയ്യേ. ആദ്യം നോക്കുമ്പോ ഒരു ചിലപ്പോ ഉണ്ടായിരിക്കില്ല, പിന്നെ അത് നല്ല രസമായിട്ട്. എന്നെ പോലെ ഒന്നല്ല, ഇനിയൊന്നും പിന്നെ കംപ്ലീറ്റ് ഒന്നും ഒരിക്കലും ഒന്നും കാണിച്ചു തരുന്നില്ലല്ലോ കളിക്കുന്നത്. ഇങ്ങനെ മറ്റേ പൊത്തിപ്പോയി വെച്ചെന്റെ അടുത്ത് ഏത് കുട്ടിയല്ലോ അങ്ങ് പോകുന്നത് വരുന്നതല്ലാണ്ട് അത് കണ്ടിട്ട് കുറ്റമല്ല, പിന്നെ കുറ്റം കുറ്റായിരുന്നില്ല പറയുന്നത്.
എത്ര പിള്ളേർക്ക് എത്ര പേർക്ക് ഇത്ര കൂടെ ധൈര്യം എന്നാണ് അല്ലെങ്കിൽ എന്നിട്ട് ഇപ്പൊ നിങ്ങളിവിടെ എത്തി വരാനായ എത്താനായ? ഓ ഞാൻ ഒന്ന് വിട്ട് വരാന്ന് ഞാൻ പറഞ്ഞല്ലേ വിളിച്ചത്. പക്ഷെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ആ ഒരു രംഗങ്ങൾ. അല്ല ഞാൻ വിചാരിച്ചു നിങ്ങള് ആടെ എല്ലാരെയും വിളിച്ചു കൂട്ടി കൊളാക്കി പോന്നു. എന്തിന് ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചു, പിന്നെ വിചാരിച്ചു എന്തിനാണ് വെറുതെ ആ പിള്ളേർ നാണം കെടുത്തുന്നത്. പിള്ളേർക്ക് അതൊരു രസമാവും. നിങ്ങളോ ശരിക്ക് കളിക്കുന്നില്ല, പിന്നെ പിള്ളേരൊക്കെ വന്ന് കളിക്കട്ടെ. അത് ശരി. ഇപ്പൊ അതെനിക്ക് എന്റെ കളി ശരിയില്ലാന്ന് മനസ്സിലാകുന്നു. അങ്ങനെയല്ല എന്നെ പറഞ്ഞേ. അതെന്തിട്ടാണ് കളി ശരിയില്ലാതെ ഇപ്പൊ കണ്ടല്ലേ. അതിങ്ങനെ കംപ്ലീറ്റ് തുറന്നിട്ട് കളിക്കണം, എന്നാലേ കളിയെല്ലാം നല്ല രസത്തില് വരുള്ളൂ. അപ്പൊ നിങ്ങളോ? മനസ്സിലായേ? അപ്പൊ നിങ്ങളോ? നമ്മൾ എന്തിനാണ് റെഡിയാ? നിങ്ങള് റെഡിയില്ലാതുകൊണ്ടാണല്ലോ ഇങ്ങനെ ആയിപ്പോകുന്നു. കളിച്ച് തീരൂലല്ലോ, അതല്ലേ. ശരിക്കും പറഞ്ഞാല് ആ കളി നീയും കൂടി കാണണേന്ന് കേട്ടോ, പിള്ളേരെ കളി. എനിക്കൊരുപാട് പഠിക്കാനുണ്ട് അതിൻ്റെ അകത്ത്. എടി ഞാൻ ഏതാണ്ട് ഒരു 10 മിനിറ്റോളം ഞാൻ ഇത് നോക്കി നിന്ന് പുറത്ത് ഓരോ ചെറിയ ആ ഗ്ലാസിന്റെ ബാക്കിലോട്ട് ഉള്ളിലോട്ട് എന്നെ കാണുന്നുണ്ടാവുന്ന വെച്ചാൽ അവന്മാർക്ക് ഒരു ശ്രദ്ധയില്ല. ഞാൻ എന്തെല്ലാം ചെയ്യുന്നതിന് എന്നോട് ഞാൻ വിശദീകരിച്ചു തരാം. എന്തെന്ന് വിശദീകരിച്ച് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ആ ചെക്കൻ ഇതൊന്നും എടുത്തിട്ട് പൊന്തുന്നില്ല, അത്രയും വണ്ണമുണ്ട്. എന്തെന്ന് എന്റെ അമ്മയാണ്, നീ ഒന്നും കാണിക്കുകയില്ല. ഞാൻ വിചാരിച്ചു ഇതുവരെയാ പോയത് കാണാൻ. എവിടെ പോകാനാ? ഞാന് എവിടെ പോകാനാ? ഇത് കണ്ടിട്ട് ഭ്രമിക്കല് മാത്രമല്ല, ഞാൻ നിന്നെല്ലാം വിചാരിച്ചിട്ടല്ലേ ഡോറ് മുട്ടി തോന്നിട്ട് ഞാനൊരു കളി കളിച്ചെന്നെ കൂട്ടപ്പുരം. അങ്ങനെ തോന്നിയാണേ. അല്ല ഒന്നുമില്ല, നിങ്ങളെ അങ്ങ് വിടാനാണ്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് കളിച്ചിട്ട് ഇങ്ങ് വരും. അതെന്തിച്ച്? ഓ പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് പറയാനുള്ളൂ ഞാൻ ഇപ്പം കളി കഴിഞ്ഞിട്ട് വരുന്നു. ഞാൻ വയ്ക്കാൻ വിചാരിച്ചു തുറന്നിട്ട് ഇപ്പൊ നാട്ടുകാരെ വിളിക്കുമല്ലേ അനക്കും കൂടി കളിക്കാൻ ഒരു ഇത് തന്നെയാണ്. ഞാൻ ആ കൂടെ തരാണ്ടെന്ന് ചെയ്യണ്ടേ? എന്നാലും ആ ചെക്കനില്ലേ തടിയൊന്നുമില്ല, ആര് ഏതാണ്ട് ഓന്തിനെ പോലെയുണ്ട്. ഇതാണ് മറ്റേ മുതലക്കുട്ടിനെ പോലത്തെ പെണ്ണു. അതത്ര മതി. നിങ്ങളെ പോലെ തടിച്ച് മറ്റേ ജോലിയായിട്ടുന്ന വേണ്ട കാര്യം. അത് ശരി. നീ പിന്നെ തരില്ലല്ലോ. എന്നാലും മുഖം ഏതാണ്ട് മൊത്തം കാണുമ്പോ ചെറിയ പെണ്ണാണ്. പക്ഷെ അതിന്റെ ഇത്രപ്പാട് ഇതെല്ലാം വരേണ്ടത് ഞാൻ വിചാരിക്കുന്നു. അതും നോക്കി നിന്നാ പിന്നെ അതല്ലേ കാണുന്നത്. ചെക്കനെന്നാ പറയണ്ടേ, കളിയെന്നെല്ലാം പറഞ്ഞാല് ചെക്കൻ ഇങ്ങനെ കടിച്ചു പറിക്കില്ലേ. എന്നാലേ ഇപ്പൊ നമുക്ക് വെക്കാട്ടാ, അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുക? അങ്ങനെ ശരിയാവും. അല്ലെ ഞാനിപ്പോ 11 കൂട്ടി ഓർമ്മ.